കൊട്ടിയൂർ പെരുമാൾ ഉണർന്നു കഴിഞ്ഞു. അമാവാസിക്ക് ശേഷം വരുന്ന പ്രഥമ മുതൽ ഇടവമാസത്തിലെ അമാവാസി വരെയുള്ള ഒരു ചാന്ദ്രമാസം, അതാണ് വൈശാഖ മാസം അഥവാ മാധവമാസം. ഈ മാസം സൂര്യോദയം മുതൽ 6 നാഴിക വരെ എല്ലാ ജലാശയങ്ങളിലും ഗംഗാദേവിയുടെ സാന്നിധ്യമുണ്ട് എന്നാണ് വിശ്വാസം. ഈ സമയത്ത് നടത്തുന്ന സ്നാനം സർവ്വതീർത്ഥ സ്നാനഫലം നൽകും. പ്രകൃതി പൂർണ്ണതയിൽ വിരിയുന്ന ഈ മാസം സർവ്വ സൽക്കർമ്മങ്ങൾക്ക് ഏറ്റവും ഉചിതമായ സമയമാണ്. ഈ വർഷം മെയ് 2 മുതൽ ജൂൺ 29 മുതൽ വൈശാഖ പുണ്യമാസം ആചരിക്കുകയാണ്. അക്കരെ കൊട്ടിയൂർ വൈശാഖോത്സവം മെയ് 23-ന് നീരെഴുന്നള്ളത്തോടെ ആരംഭിച്ച് ജൂൺ 24 തൃക്കലാശത്തോടെ അവസാനിക്കുന്നു. മെയ് 29-ന് നെയ്യാട്ടം, 30-ന് ഭണ്ഡാര എഴുന്നള്ളത്ത്, ജൂൺ 5-ന് തിരുവോണ ആരാധന, 7-ന് ഇളനീർവയ്പ്, 8-ന് ഇളനീരാട്ടം, 10-ന് രേവതി ആരാധന, 14-ന് രോഹിണി ആരാധന, ജൂൺ 16-ന് തിരുവാതിര ചതുശതം, 17-ന് പുണർദം ചതുശതം, 19-ന് ആയില്യം ചതുശതം, മകം കലം വരവ് 20-നാണ്, അത്തം ചതുശതം, വാളാട്ടം കലശപൂജ 23-നും തൃക്കലശാട്ട് 24-നും നടക്കും. മെയ് 30 അർദ്ധരാത്രി ഭണ്ഡാരം അക്കരെ സന്നിധിയിൽ പ്രവേശിക്കുന്നതിന് മുൻപ് ജൂൺ 20-ലെ മകം ഉച്ചശിവേലിക്ക് ശേഷവും അക്കരെ കൊട്ടിയൂരിൽ സ്ത്രീകൾക്ക് പ്രവേശനമില്ല. ഇതാണ് അവിടുത്തെ പ്രധാനപ്പെട്ട പരിപാടികൾ. കഴിഞ്ഞ ദിവസം ഇടവത്തിലെ മകമായിരുന്നു കൊട്ടിയൂർ ഉണരുന്ന ദിവസം. കൊട്ടിയൂർ വൈശാഖ മഹോത്സവം ആരംഭിക്കുന്നതിൻ്റെ മുന്നോടിയായി യാഗക്കാരും ആചാര്യന്മാരും സ്ഥാനീകരും സമുദായത്തിൻ്റെയും ജന്മശാന്തിയുടെയും ഒക്കെ നേതൃത്വത്തിൽ അക്കരെ സന്നിധിയിലേക്ക് പ്രവേശിക്കുന്ന ചടങ്ങായ നീരെഴുന്നള്ളത്ത് നടന്നു. ബാവലി തീർത്ഥം കൂവയിലെ കുമ്പിളിൽ ശേഖരിച്ച ശേഷം സമുദായവും ജന്മശാന്തിയും അടങ്ങുന്ന സംഘം അക്കരെ സന്നിധിയിലെ മണിത്തറയിലെത്തി ജന്മശാന്തി സ്വയംഭൂവിൽ അഭിഷേകം നടത്തി. നീരെഴുന്നള്ളത്ത് കഴിയുമ്പോൾ അക്കരെ സന്നിധിയിൽ നടക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് നെയ്യാട്ടം. അത് 28-നാണ്. വയനാട്ടിലെ മുതിരേരിക്കാവ്, അവിടെ നിന്ന് പരാശക്തിയുടെ വാൾ എഴുന്നള്ളിച്ച് സന്ധ്യയോടെ ഇക്കര സന്നിധിയിൽ എത്തും. അതിനുശേഷമാണ് നെയ്യമൃത സംഘങ്ങൾ നെയ്യാട്ടത്തിനായി എഴുന്നള്ളിച്ചെത്തിയ നെയ്ക്കുടങ്ങളുമായി അക്കര സന്നിധിയിൽ എത്തുക. തുടർന്ന് സ്വയംഭൂ മൂടിയ അഷ്ടബന്ധം നീക്കുന്ന ചടങ്ങായ നാളം തുറക്കൽ. അതിനുശേഷം അർദ്ധരാത്രിയോടെ നെയ്യാട്ടം. 27-നാണ് വൈശാഖ മഹോത്സവത്തിലെ പ്രധാന ചടങ്ങുകൾ. 29-ന് ഭണ്ഡാരം എഴുന്നള്ളത്ത്, ജൂൺ 5-ന് തിരുവോണം ആരാധന. ഇങ്ങനെ ചടങ്ങുകൾ ഇങ്ങനെ തുടരുകയാണ്. എന്തായാലും കൊട്ടിയൂർ ഇപ്പോൾ ഒരു പുതിയ എനർജിയാണ്. ഈ വർഷത്തിൽ ഒരു തവണ ഇങ്ങനെ കൊട്ടിയൂർ പെരുമാളിനെ കാണാൻ കിട്ടുന്ന അവസരം ആ നാട്ടുകാരാകട്ടെ, കേരളം മുഴുവനുമുള്ള ഭക്തരാകട്ടെ, ദൂരസ്ഥലങ്ങളിൽ നിന്ന് പോലും പലരും കൊട്ടിയൂരേക്ക് എത്തുന്ന ദിവസങ്ങളാണ് ഇതെല്ലാം. എന്തായാലും ദക്ഷയാഗ കഥയാണ് കൊട്ടിയൂരിൻ്റെ ഉത്പത്തി പുരാവൃത്തമായി അറിയപ്പെടുന്നത്. അച്ഛനാൽ അപമാനിതയായ ദക്ഷപുത്രി സതീദേവി യാഗാഗ്നിയിൽ സ്വന്തം ശരീരം നശിപ്പിച്ച ഇടം. അങ്ങനെയാണ് കൊട്ടിയൂരിനെ ഇന്നും പുറം നാട്ടുകര സ്വരൂപം കാണുന്നത്. ഉത്പത്തി പുരാവൃത്തം മുതൽ കൊട്ടിയൂർ സ്ത്രീ പ്രാതിനിധ്യത്തിന്റെ ഉർവരഭൂമിയാണ്. പതി പത്നി ബന്ധത്തിന്റെ തീവ്രത ഒരു ജനതയെ മനസ്സിലാക്കി കൊടുക്കുന്നത് തന്നെയാണ് കൊട്ടിയൂരിന്റെ പുരാവൃത്തം. സ്വന്തം പത്നിയുടെ ത്യാഗവാർത്ത, ശിവനെ കോപാകുലനാക്കുന്നതും വീരഭദ്രന്റെയും ഭദ്രകാളിയുടെയും പിറവിയും ദക്ഷ കണ്ഠമറക്കുന്നതും ദക്ഷയാഗ കഥയിലെ രംഗങ്ങളാണ്. പക്ഷേ ദക്ഷന്റെ കണ്ഠമറത്ത് വീരഭദ്രൻ വലിച്ചെറിഞ്ഞ ഉടവാളിന് ഇന്നും കൊട്ടിയൂർ ഉത്സവത്തെ പ്രാധാന്യമുണ്ട്. ആ വാളെന്നും ഉത്സവ സമയത്ത് മുതിരേരി വാളായി കൊട്ടിയൂരിലുണ്ട്. കേരളത്തിൽ നടക്കുന്ന ഉത്സവ ചടങ്ങുകൾ സ്ത്രീകളുടെ പ്രത്യക്ഷ പ്രാതിനിധ്യം വിരളമാണ്. ആറ്റുകാൽ പൊങ്കാല, മണ്ണാറശാല ഉത്സവം പോലുള്ളവ കേരളത്തിൽ നിലനിൽക്കുന്നുണ്ടെങ്കിലും പ്രത്യക്ഷമായ ഉത്സവ ചടങ്ങുകളിൽ സ്ത്രീകൾക്കുള്ള പങ്കാളിത്തം കാണാൻ സാധിക്കില്ല. എന്നാൽ കൊട്ടിയൂര് ചിലയിടങ്ങളിൽ സ്ത്രീകൾക്ക് ലിംഗപരമായ വിലക്കുകൾ പോലും ബാധകമല്ല. കലം വരവ് കഴിഞ്ഞാൽ സ്ത്രീകൾ കൊട്ടിയൂരിൽ നിൽക്കാൻ പാടില്ല എന്നാണ്. എന്നാൽ കലശാട്ട് വരെ കൂത്തമ്പലത്തിൽ കൂത്തരങ്ങേറണം. അതിന് അക്കിത്ത ചൊല്ലാൻ നങ്ങ്യാർ അവിടെ തന്നെ തങ്ങാറുണ്ട്. ഉത്സവാടിയന്തിരകാരിയായ നങ്ങ്യാർ ഉത്സവ അവസാനം വരെ കൊട്ടിയൂരിൽ തുടരും. ഉത്സവകാലങ്ങളിൽ നടക്കുന്ന ശിവേലി എഴുന്നള്ളത്തിൽ പെരുമാളിന്റെ തിടമ്പിന് മുന്നിലായാണ് അമ്മയുടെ തിടമ്പ് എഴുന്നള്ളിക്കുന്നത്. വടക്കേ മലബാറിൽ പൊതുവെ കണ്ടുവരുന്ന വഴക്കമാണിത്. ഊർജ്ജസ്വരൂപിണികളായ അമ്മ ദൈവങ്ങളെ കെട്ടിയാടുന്ന ഈ നാടിന്റെ പാരമ്പര്യം തന്നെയാണ് കൊട്ടിയൂരിലും കാണുന്നത്. അപ്പോൾ കൊട്ടിയൂരിലേക്ക് പോകാൻ സാധിക്കുന്നവരെല്ലാം ഈ ഉത്സവ നാളിൽ കൊട്ടിയൂരിലെത്തുക, കൊട്ടിയൂർ പെരുമാളിന്റെ അനുഗ്രഹം നേടുക. ന്യൂസ് ഡെസ്ക് കർമ്മൻസ്.